പ്രമേഹത്തിന്റെ എക്സ്പെക്ടേഷൻ എങ്ങനെയാണ്? പ്രമേഹത്തിന്റെ എക്സ്പെക്ടേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്നത് എന്താ, ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ തുടങ്ങി നമുക്കൊരു നല്ലൊരു ഇതാണ് തരുന്നത്. എന്താ പറയുക, ഫസ്റ്റ് ലുക്കിൽ തന്നെ ഒരു വ്യത്യസ്തമായ മമ്മൂട്ടിയുടെ ലുക്ക് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് കഴിയുമ്പോൾ ആണ് അറിയണത് നമ്മൾ ഈ പടം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് അറിയണത്. അപ്പോൾ നമുക്ക് കുറച്ച് എക്സ്പെക്ടേഷൻ കുറഞ്ഞായിരുന്നു. പക്ഷേ ട്രെയിലർ കണ്ടപ്പോൾ ഒന്നും പറയാനില്ല, മമ്മൂട്ടിയുടെ അഭിനയം അടിപൊളിയായിട്ടുണ്ട്. പക്ക മമ്മൂട്ടി ഫാനാണോ? അല്ല, മമ്മൂട്ടി മോഹൻലാൽ ഫാൻ അങ്ങനെ ആരുടെ ഫാനൊന്നുമല്ല. പക്ഷേ നമുക്ക് എന്താ പറയുക, ഇപ്പം മമ്മൂട്ടി ഇപ്പോൾ ഓരോ പടവും ഇപ്പോൾ അടിപൊളിയായി തന്നെ വന്നത്. ഇപ്പോൾ എല്ലാ പടവും ചുമ്മാ ഹിറ്റാണ്. ഇപ്പോൾ ഈ പടവും അതിൻ്റെ അപ്പുറമായിരിക്കുന്നു വിചാരിക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ മമ്മൂട്ടി നല്ലൊരു പെർഫോമൻസ് ആണെന്നാണ് വിചാരിക്കുന്നത്. മെയിനായിട്ട് അതാണ്. നിങ്ങളിതിനകത്ത് ഒരു 100 കോടി അങ്ങനെയൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അതോ ഈ പറഞ്ഞ പെർഫോമൻസ് തന്നെയാണോ ഇഷ്ടപ്പെടുന്നത്? പെർഫോമൻസ് ആണ് ഏറ്റവും മെയിനായിട്ട് നോക്കുന്നത്. പിന്നെ പടം 100 കോടി അടിക്കുന്നത് അത് പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. ഏറ്റവും പെർഫോമൻസും പിന്നെ അതിൻ്റെ സ്റ്റോറിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വിചാരിക്കുന്നത്. ഇപ്പോൾ എന്താ പറയണ, ഞങ്ങൾക്ക് ഇവിടെ കുറേ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കി ഇവിടെ ഒന്നും. പക്ഷേ ഇവിടെ ഒന്നും നമുക്ക് കിട്ടണില്ല. ഇവിടെ നമ്മുടെ ഹിൽ പാലസ് ഈ ലൊക്കേഷൻ വേണം. ഇതിൻ്റെ അടുത്ത് തന്നെ ഇപ്പോൾ ഒരു 3-4 തിയേറ്റർ ഉണ്ട്. എവിടെയും ടിക്കറ്റ്സ് ഇല്ല. അമ്മാതിരി എന്താ പറയുക ബുക്കിംഗ് വന്നതാണ്. അപ്പോൾ അവസാനം ഞങ്ങൾക്കിപ്പോൾ ഇവിടെ എറണാകുളം കവിതയിൽ കിട്ടിയത്. ഇവിടെ നിന്ന് 10-14 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നാളെ അതിന് വേണ്ടി ഇപ്പോൾ കട ക്ലോസ് ചെയ്യാന്നുള്ള ഇതിലേക്കാണ്, നേരത്തെ പോകാന്നുള്ള ഇതിലേക്കാണ്. അപ്പോൾ കച്ചവടമൊക്കെ പണിയാവില്ലേ? കച്ചവടം പണിയാവും, പക്ഷേ നമുക്കിതൊക്കെ ഒരു എൻജോയ്മെൻ്റ് ഉള്ളത്. അപ്പോൾ മുതലാളി ഓക്കെ പറഞ്ഞ് കുഴപ്പമില്ല, നാളെ പോകാന്നുള്ള ഇതിലേക്കാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെയാണോ പോകുന്നത്? ഞങ്ങൾ ഒരു 5 പേരോളം ഉണ്ട് ഇവിടെ പോകാന്നുള്ള ഇതിലേക്കാണ്. ഇപ്പോൾ തൃപ്പൂണിത്തുറൊന്നും ടിക്കറ്റ് കിട്ടിയില്ല? തൃപ്പൂണിത്തുറ ഇല്ല, ഇവിടെ എവിടെയും കിട്ടാനില്ല. ഇപ്പോൾ തൃപ്പൂണിത്തുറ ഉണ്ട്, ഇവിടെ ആരൊക്കെ ലുക്ലേസ് മാളിലും ഒന്നും കിട്ടിയില്ല. ഇല്ല, ഫുൾ ടിക്കറ്റ് ബുക്കാണ്. എന്തായാലും കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അതിൻ്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ ഓരോ അപ്ഡേറ്റ് വരുമ്പോൾ നമ്മൾ എന്താ പറയുക, ഭയങ്കര ആകാംക്ഷയോടെ ഒരു കാത്തിരുന്ന ഒരു സിനിമയാണ്. അപ്പോൾ നാളെ എന്തായാലും സിനിമ റിലീസ് ആണ്. അപ്പോൾ നാളെ എന്തായാലും പോകണം. ടിക്കറ്റൊക്കെ ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഫുൾ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ എറണാകുളത്താണ്, ഇവിടെ ടിക്കറ്റ് എറണാകുളത്താണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും നാളെ അങ്ങോട്ട് പോയി, കടയൊക്കെ ലീവ് ആണെങ്കിൽ കുഴപ്പമില്ല എന്ന് ഓണറിൻ്റെ അടുത്തൊക്കെ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാളെ ഞങ്ങൾ എന്തായാലും പോയി സിനിമ കാണും. ഭയങ്കര എക്സ്പെക്ടേഷനുള്ള സിനിമയാണ്. ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് എന്താണ് ഫീൽ ഉണ്ടായിരുന്നത്? ട്രെയിലർ നൊസ്റ്റാൾജിക് ഫീലിംഗ് ആയിരുന്നു നമുക്ക്. നൊസ്റ്റാൾജിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഒരു ഗംഭീര സിനിമ കാണാൻ വെയിറ്റിംഗ് ആണ് സത്യം പറഞ്ഞാൽ. എനിക്ക് വേറൊന്നും പറയാൻ വാക്കുകളില്ല. ഭയങ്കര വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ് ആണ്. നാളെ പോയാലേ അതിൻ്റെ റിസൾട്ട് ഞാൻ കട്ട മമ്മൂട്ടി ഫാനാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഓക്കെ, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ എക്സ്പെക്ടേഷൻ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും കളർഫുൾ ആയാലും മമ്മൂട്ടി അഭിനയിച്ചാൽ നമുക്ക് അടിപൊളി തന്നെ എപ്പോഴും. പ്രമേഹത്തിന്റെ എക്സ്പെക്ടേഷൻ എങ്ങനെയാണ്? നമുക്കല്ലേ പറയേണ്ട ആവശ്യമുണ്ടോ? വെയിറ്റിംഗ് ആണ് നാളേക്ക്. ടിക്കറ്റ് ബുക്ക് ചെയ്താ, ബാക്കി നാളെ ഓക്കെ പൊളിക്കല്ലേ.